നമ്മുടെ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് തൊട്ട് ചിലപ്പോൾ രാത്രി കിടക്കുന്നത് വരെയുള്ള ആ ഒരു ജീവിതത്തിൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രഷർ, ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഡെയിലി കടന്നു പോകുന്നത്. ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ഒരു ഡെയിലി ലൈഫിൽ കടന്നു പോകുന്നത് ഒരുപാട് സ്ട്രെസ്സിലൂടെ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് രാത്രി കിടക്കുന്നത് വരെ അവൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇഷ്യൂ തൊട്ട് അതിനുശേഷം ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഇഷ്യൂസ്, അവിടുത്തെ മാനേജർ അങ്ങനെ അവരുമായിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ കൊലീഗ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞ് വരുന്ന വഴിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബസ്സിൽ വെച്ചുണ്ടാവുന്ന ഇഷ്യൂസ്, അങ്ങനെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് പ്രഷറും സ്ട്രെസ്സും ഒക്കെ അനുഭവിച്ചിട്ടാണ് ഡെയിലി നിത്യജീവിതത്തിൽ കടന്നു വരുന്നത്. അതിൽ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വളരെ ട്രോമാറ്റിക്കായിട്ട് കിടപ്പുണ്ടാവും, ചില കാര്യങ്ങൾക്ക് വളരെ ട്രോമാറ്റിക്കായിട്ട് കിടപ്പുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങൾ. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ മനസ്സിൽ, ഒരു കാര്യം നമുക്ക് ഒരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ഡെയിലി റൂട്ടീനെ ഒക്കെ ബാധിക്കുന്ന തരത്തിൽ, അതായത് ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നു, ആ പ്രശ്നം നമുക്ക് ചിന്തിച്ചിട്ട് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. രാവിലെ എഴുന്നേൽക്കാൻ പറ്റാതിരിക്കും, ഭക്ഷണം കാര്യങ്ങളൊന്നും റെഡി ആവുന്നില്ല. അപ്പോൾ അങ്ങനെ അത് പിന്നീട് നമ്മുടെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, ഡൈജഷനെ, നമ്മളെ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതിനെ ഒക്കെ ബാധിക്കുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അത് വേറൊരു ശാരീരികമായ ഒരു രോഗത്തിലേക്ക് നയിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സ് ഫുള്ളായ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ അങ്ങനെയുള്ളതിന് നമുക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് നമ്മളൊരു ഹെൽപ്പ് എടുക്കുക എന്നുള്ളത്. ഹെൽപ്പ് എടുക്കുന്നതിൽ ഒരു കൗൺസിലറിൻ്റെ അടുത്തോ ഒരു ഇമോഷണൽ ഒരു കാര്യങ്ങളുടെ അടുത്ത് പോയി ഹെൽപ്പ് എടുക്കുന്നതിൽ ഒരു തെറ്റൊന്നും പറയാൻ പറ്റില്ല.